പഴുത്ത നല്ല മധുരമുള്ളൊരു മാമ്പഴമാണ് കേട്ടോ. ഏകദേശം ഒരു 450 ഗ്രാമോളം തന്നെ ഉണ്ട്. ഇതൊരെണ്ണം തന്നെ അത്യാവശ്യം വലുതാണ്. ചെറുതാണെങ്കിൽ 2 വരെയൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാമ്പഴം എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം തന്നെ നോക്കിയിട്ട് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പുളിയുള്ള മാമ്പഴം ഇതിലേക്ക് എടുക്കുകയും ചെയ്യരുത്. നന്നായിട്ട് കഴുകി അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അരച്ചെടുത്ത ഈ ഒരു മാമ്പഴത്തിന്റെ ഒരു പൾപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് ഒരു 1.25 കപ്പോളം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വെള്ളം നമുക്കിനി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതുണ്ടല്ലോ, ഈ ഒരു വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 4.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പഞ്ചസാര പൂർണ്ണമായിട്ടൊന്ന് ഉരുക്കി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ മാംഗോ എസൻസ് ആണ് കേട്ടോ. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മാംഗോ എസൻസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് സഫ്രോൺ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നെങ്കിലും നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ആ ഒരു സ്റ്റിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് സ്റ്റിക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചൈന ഗ്രാസിന്റെ പൗഡർ ആണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അഗർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 2 ടീസ്പൂണോളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ജലാറ്റിൻ ഉപയോഗിക്കാത്തവർക്ക് ഈ ഒരു വെജ് അഗർ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അതും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ നന്നായിട്ട്. അപ്പൊ ഇതുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഊറ്റി അരിച്ച് ഇതുപോലെ ഒരു അത്യാവശ്യം വീതിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ഇതിന്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞു വന്നതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു അരമണിക്കൂറോളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്കിതൊന്ന് ഉറച്ച് കിട്ടും കേട്ടോ. അപ്പൊ നല്ല പോലെ തന്നെ ഒന്ന് ഉറച്ച് വരുന്ന വരെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പോ കണ്ടില്ല, എനിക്കിപ്പോ ഇവിടെ നന്നായിട്ട് ഇതൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉറച്ച് കിട്ടിയാൽ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇതുണ്ടല്ലോ, ഈ ഒരു മാംഗോ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിന്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചെടുത്ത് മാറ്റി വെക്കുക, അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫുൾ ഫാറ്റ് പാല് 1 ലിറ്റർ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ അളവിൽ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഈ ഒരു പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പുഡിംഗ് കഴിക്കുന്ന സമയത്ത് എത്രത്തോളം ആ ഒരു മധുരം വേണോ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പഞ്ചസാര പൂർണ്ണമായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കും കൂടി നമുക്ക് ആ ഒരു ചൈന ഗ്രാസിന്റെ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അഗർ പൗഡർ അതൊരു 4 ടീസ്പൂൺ ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ലിറ്റർ അളവിൽ പാലായതുകൊണ്ടാണ് 4 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. അത് 4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. അപ്പൊ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. നല്ല പോലെ തന്നെ ഒരു പാലൊന്ന് തിളച്ച് കിട്ടണം. അപ്പൊ പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയതായിട്ട് നമുക്കിത് ഇളക്കുമ്പോൾ മനസ്സിലാവും ചെറുതായിട്ട് ഇതൊന്ന് ഒരു തിക്കായി വരും. ഒരുപാടങ്ങ് തിക്കായിട്ടല്ല, ചെറുതായിട്ട് ഇതൊന്ന് തിക്കായിട്ട് വരും. ആ ഒരു പരുവെത്തുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങ് ആകും, ഒരുപാട് സമയം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാടങ്ങ് തണുത്തങ്ങ് പോയാൽ ഇതങ്ങ് കട്ടായി പോകും. അപ്പൊ അത്യാവശ്യം ഇതിന്റെ ചൂട് നന്നായിട്ടൊന്ന് കുറയണം. അത്യാവശ്യം ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ആ ഒരു മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചൂടായിട്ടുള്ള ഈ ഒരു പാലിന്റെ മിക്സിലേക്ക് ആ ഒരു മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അത്യാവശ്യം അതിന്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ആ ഒരു മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിപ്പോ ഇവിടെ ചൂട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോ കണ്ടില്ലെങ്കിൽ ഉറച്ചിട്ടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം അതിന്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുമുണ്ട്. ഇതുപോലെ ചൂട് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഇതുപോലെ നമ്മൾ ആ ഒരു മാമ്പഴം അരച്ചത് ഇതിലേക്ക് ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പൊ നല്ല പോലെ തന്നെ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ, മാംഗോയുടെ ഒരു പൾപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു പാല് പിരിഞ്ഞു പോകുന്നുള്ളൊരു ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാം.
ഇനി ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ജെല്ലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ജെല്ലി എടുത്തൊന്നും മാറ്റി വെച്ചില്ലായിരുന്നു, അതിന്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഒരു 5 to 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാം. നന്നായിട്ട് തണുത്ത് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ തണുത്ത് നന്നായിട്ട് എനിക്കിപ്പോൾ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്റെ സൈഡ് നമ്മൾ പതിയൊന്ന് വിടിയിച്ച് കൊടുക്കുക ഇതുപോലെ. പതിയെ നമ്മളൊരു സ്പാച്ചിലോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു പാലിന്റെ മിക്സിൽ മാംഗോ അരച്ച് ചേർത്ത് കൊടുത്ത് പുഡിങ് റെഡിയാക്കി എടുക്കാറുള്ളതാണ്, ജെലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട്. പക്ഷെ ഇതുപോലെ നമ്മൾ ജെല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ മാംഗോ പുഡിങ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാംഗോ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന